മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകം, പൂരം, ഉത്രം, ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2025 ഫെബ്രുവരി മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഇതിൽ ഞാൻ വിവരിക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. കേതു നിങ്ങളുടെ 2ാം ഭാവമായ കന്നിയിലും, സൂര്യനും ബുധനും 6ാം ഭാവമായ മകരത്തിലും, ശനിയും ചന്ദ്രനും 7ാം ഭാവമായ കുംഭത്തിലും, ശുക്രനും രാഹുവും 8ാം ഭാവമായ മീനത്തിലും, ഗുരു 10ാം ഭാവമായ ഇടവത്തിലും, ചൊവ്വ 11ാം ഭാവമായ മിഥുനത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ബുധൻ ഫെബ്രുവരി 11ാം തീയതി മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും, പിന്നീട് ഫെബ്രുവരി 27ാം തീയതി കുംഭത്തിൽ നിന്നും മീനത്തിലേക്കും തൻ്റെ രാശി മാറുന്നതായിരിക്കും. അതുപോലെ സൂര്യൻ 12ാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. മാസാരംഭത്തിൽ കുംഭത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ്. ഇത് നിങ്ങളുടെ 7ാം ഭാവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ്. പക്ഷേ അതോടൊപ്പം ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതിനാൽ കണ്ടകശനിയുടെ പ്രഭാവങ്ങൾ നിങ്ങൾക്ക് കുറവായിരിക്കും അനുഭവപ്പെടുന്നത്. ശുക്രൻ നിൽക്കുന്നത് മീനം രാശിയിലാണല്ലോ. ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ്. ഇവിടെ ഫെബ്രുവരി 27ാം തീയതി ബുധൻ പ്രവേശിക്കുന്നതാണ്. മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണെങ്കിൽ ബുധൻ്റെ നീചസ്ഥാനവുമാണ്. പക്ഷേ ഇവിടെ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതായിരിക്കും. അതായത് ബുധൻ നീചഭംഗ രാജയോഗം നിർമ്മിക്കുന്നതായിരിക്കും. ഇതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നീചസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രഹത്തിനോടൊപ്പം മറ്റൊരു ശുഭഗ്രഹം നിൽക്കുകയും ആ സ്ഥാനം ശുഭഗ്രഹത്തിൻ്റെ ഉച്ചസ്ഥാനവുമാണെങ്കിൽ അവിടെ നീചഭംഗ രാജയോഗം ഉണ്ടാകുന്നതാണ്. ഇവിടെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ബുധനോടൊപ്പം ഉച്ചസ്ഥനായ ശുക്രനും നിൽക്കുന്നുണ്ട്. രണ്ടാമത്, ഒരു ഗ്രഹം തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുകയും ആ രാശിയുടെ അധിപൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നീചഭംഗ രാജയോഗം ഉണ്ടാകുന്നതാണ്. ഇവിടെ ബുധൻ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനമായ മീനത്തിലാണ്. അതേസമയം മീനം രാശിയുടെ അധിപൻ നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ 10ാം ഭാവത്തിലാണ്. ഇതും ബുധന് നീചഭംഗം വരാൻ ഇടയാക്കുന്നതായിരിക്കും. നീചഭംഗ രാജയോഗത്തെക്കുറിച്ച് വിശദമായ വീഡിയോ പിന്നീട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗുരു ഫെബ്രുവരി 4ാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ചൊവ്വായും നിങ്ങളുടെ 11ാം ഭാവത്തിൽ വക്രഗതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ചൊവ്വ ഫെബ്രുവരി 24ാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ചിങ്ങം രാശിക്കാർക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്നും നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 1ാം ഭാവാധിപൻ സൂര്യൻ 6ാം ഭാവത്തിൽ ബുധാദിത്യ യോഗം നിർമ്മിക്കുന്നുണ്ട്. ഇത് ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് രോഗങ്ങളിൽ ശമനം വരാൻ ഇടയാക്കുന്നതായിരിക്കും. എങ്കിലും ശനിയുടെ 7ാം ദൃഷ്ടി നിങ്ങളുടെ 1ാം ഭാവത്തിൽ പതിക്കുന്നതും വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെ 8ാം ദൃഷ്ടി നിങ്ങളുടെ രോഗസ്ഥാനമായ 6ൽ പതിക്കുന്നതും കാരണം ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കും.
ഈ സമയത്ത് എത്ര ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് ശുഭകരമായിരിക്കും. ശരീരക്ഷീണം, അസ്ഥി സംബന്ധമായോ ചർമ്മ സംബന്ധമായോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാനും സാധ്യതകളുണ്ട്. ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥിതികളെ സ്ലോ ആക്കുന്നതായിരിക്കും. ഈ സമയത്ത് നന്നായി പരിശ്രമം ചെയ്യേണ്ടി വരും. കാര്യങ്ങൾ പൂർണ്ണമാകുമെങ്കിലും അതിലാദ്യം ചില തടസ്സങ്ങളെയും നേരിടേണ്ടി വരും. ഈ സമയത്ത് ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വയും വക്രഗതിയിൽ നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. ഫെബ്രുവരി 24-ാം തീയതി ചൊവ്വ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അതുവരെ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ അനുകൂലമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10-ാം ഭാവാധിപൻ ഗുരു 4-ാം തീയതി മുതൽ വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. 10-ാം ഭാവാധിപൻ ശുക്രനും തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ് നിൽക്കുന്നത്. ഗുരുവും ശുക്രനും ചേർന്ന് ഇവിടെ പരിവർത്തന യോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 2 ഗ്രഹങ്ങൾ പരസ്പരം മാറി, അതായത് ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തിൻ്റെ സ്വരാശിയിൽ നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ ശുക്രൻ ഗുരുവിൻ്റെ രാശിയായ മീനത്തിലും ഗുരു ശുക്രൻ്റെ രാശിയായ ഇടവത്തിലുമാണ് നിൽക്കുന്നത്. എല്ലാം കൊണ്ടും കരിയറിൽ ഈ സമയത്ത് നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കിത് അനുകൂല സമയമായിരിക്കും. കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും. പ്രത്യേകിച്ചും IT, കമ്പ്യൂട്ടർ, മാർക്കറ്റിംഗ് ഫീൽഡിൽ ഉള്ളവർക്ക്. ഉദ്യോഗാർത്ഥികളായ യുവതീ-യുവാക്കൾക്കും ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും. ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്കിത് അനുകൂല സമയമായിരിക്കും. ശനി 7-ാം ഭാവത്തിൽ സ്ട്രോങ് പൊസിഷനിൽ നിൽക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല പ്രോഗ്രസ്സും ഗ്രോത്തും വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഫെബ്രുവരി 24-ാം തീയതി ചൊവ്വ നിങ്ങളുടെ ലാഭസ്ഥാനമായ 11-ൽ വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ലാഭസ്ഥിതികളിൽ കൂടുതൽ വർധനവുണ്ടാകുന്നതും ഇത് സാമ്പത്തിക സ്ഥിതികൾ കൂടുതൽ സ്ട്രോങ് ആകാൻ സഹായിക്കുന്നതുമായിരിക്കും. നിങ്ങളുടെ 2-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ ഇൻകം വർദ്ധിക്കുമെങ്കിലും ചിലവുകൾ ചുരുക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ കൂടുതൽ നല്ലതാകാൻ ഇടയാക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപൻ ഗുരു 10-ൽ നിൽക്കുന്നത് സമയം നിങ്ങൾക്ക് അനുകൂലമാകാൻ ഇടയാക്കുന്നതായിരിക്കും. എങ്കിലും ചൊവ്വയുടെ 7-ാം ദൃഷ്ടി 5-ൽ പതിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. 5-ാം ഭാവത്തിൽ ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാനും ഇടയാക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 7-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതും പിന്നീട് 12-ാം തീയതി സൂര്യൻ ഇവിടെ പ്രവേശിക്കുന്നതും കാരണം ദമ്പതികളുടെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മാർച്ച് മാസത്തിൽ ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ കണ്ടകശനി അവസാനിക്കുമെങ്കിലും അന്നു മുതൽ നിങ്ങൾ അഷ്ടമശനിയുടെ പ്രഭാവത്തിൽ ആകുന്നതുമായിരിക്കും. ഇതാണ് ചിങ്ങം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.